വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അടിയന്തരമായി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാൻ, പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകി. ED അന്വേഷണത്തെ തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യത്തിൽ അകപ്പെട്ട് എറണാകുളം ജയിലിൽ കഴിയുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനെ അടിയന്തരമായി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് SA ആസാദാണ് ഇക്കാര്യം ഉന്നയിച്ചത്. ഒരു വാർഡിലെ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടേണ്ട കൗൺസിലർ കഴിഞ്ഞ 8 മാസക്കാലമായി ആ വാർഡിൽ ഇല്ല എന്നുള്ളത് തന്നെ ആ കൗൺസിലറുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടേ കാണാൻ കഴിയും. അതിന് സാങ്കേതികമായി ചില താൽക്കാലിക അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യാൻ ഭരണസമിതിക്ക് കഴിയുമെങ്കിലും മറ്റൊരു കൗൺസിലറെ ചുമതലപ്പെടുത്തുക അല്ലെങ്കിൽ ചെയർമാൻ നേരിട്ട് ചുമതലപ്പെടുത്തുക ഒക്കെ ഉണ്ടെങ്കിലും ആ വാർഡിനെ സംബന്ധിച്ച് 1800 വോട്ടുകൾ വരുന്ന ആ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അവിടുത്തെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നത്. 22/12/23 നഗരസഭയിൽ കൗൺസിലർ ഇല്ല എന്നുള്ള ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവരൊരു അജണ്ട വയ്ക്കുകയും നഗരസഭയുടെ കൗൺസിലർ ഒരു അജണ്ട വയ്ക്കുകയും ആ അജണ്ടയുടെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായി. കൗൺസിലിന് 6 മാസക്കാലം ലീവ് അനുവദിക്കാനുള്ള അധികാരം കൗൺസിലിനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ടിയാന് ലീവ് അനുവദിച്ചത്. ലീവ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു 8 മാസം പിന്നിടുക. കഴിഞ്ഞ 8 മാസമായി 26ാം ഡിവിഷനിൽ ജനപ്രതിനിധി ഇല്ലാതെ അനാഥമാണ്. ഇതുമൂലം ഈ ഡിവിഷനിലെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. രാജിവെക്കുവാൻ തയ്യാറാകാത്ത അരവിന്ദാക്ഷനെ പുറത്താക്കുവാനുള്ള നടപടികൾ എടുക്കണം. ജനപ്രതിനിധി ഇല്ലാതായാൽ സ്വീകരിക്കേണ്ട ചട്ടപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ചട്ടലംഘനത്തിനാണ് നഗരസഭാ സെക്രട്ടറിയും LDF ഭരണസമിതിയും കൂട്ടുനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തദ്ദേശ വകുപ്പ് ഓംബുഡ്സ്മാൻ, പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി SA ആസാദ് പറഞ്ഞു. സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാടം നയം സ്വീകരിച്ചതിൻ്റെ ഫലമായി ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ ഈ വിഷയം ചുമതലപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അയാൾ നിയമം പാലിക്കാതെ ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമീപനത്തിനെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത്. പരാതികൾ നൽകുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുന്നുണ്ട്, പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി നൽകുന്നുണ്ട്, ജോയിൻറ്റ് ഡയറക്ടർക്ക് ഞങ്ങൾ പരാതി നൽകുന്നുണ്ട്, ഓംബുഡ്സ്മാൻ, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഓംബുഡ്സ്മാൻ, തദ്ദേശ സ്വയംഭരണത്തിന് അധികാരമുള്ള ട്രിബ്യൂണൽ എന്നിവർക്കൊക്കെ ഞങ്ങൾ പരാതി നൽകിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നഗരസഭയുടെ മുന്നിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കൗൺസിലർമാരുടെ നേതൃത്വത്തിലും സമരവും മാർച്ചും നടത്താനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലേക്കോ ചെയർമാൻ്റെ അടുത്തേക്ക് വന്നോളുന്നില്ല. അവിടെ അടുത്തുള്ള പരിസരത്തുള്ള കൗൺസിലർമാരുണ്ടെങ്കിൽ അവരെ കണ്ട് കൈകാര്യം ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുക. ആ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലും നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്ത സെക്രട്ടറിക്കെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള, അതോടൊപ്പം തന്നെ 8 മാസക്കാലമായി ജയിലിൽ കഴിയുന്ന അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന കൗൺസിലറെ അയോഗ്യത ആക്കണമെന്നും ഞങ്ങൾ ഈ വിഷയത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. കൗൺസിലർമാരായ PN വൈശാഖ്, കമലം PK, നഫീസ NM എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 2 മാസത്തിന് ശേഷമാണ് കൗൺസിൽ യോഗത്തിൽ പോലും ലീവ് അപേക്ഷ വന്നത്. അതായത് ഡിസംബർ 21-ാം തീയതി. അതും UDFൻ്റെ കൗൺസിലേഴ്സ് ഞങ്ങളെല്ലാവരും യോഗങ്ങളിൽ നിരന്തരം ആവശ്യപ്പെട്ട് ഇതിനെതിരെ സമരങ്ങൾ ഉൾപ്പെടെയുള്ളവ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലീവ് അപേക്ഷ ഡിസംബർ 21-ന് വന്നത്. അപ്പോൾ 2 മാസം കഴിഞ്ഞ് ഡിസംബർ 21-ന് ഒരു മുനിസിപ്പൽ കൗൺസിലിന് 6 മാസം ലീവ് നൽകാമെന്നുള്ളപ്പോൾ 6 മാസത്തെ ലീവ് അനുവദിക്കുന്നു. അപ്പോൾ 2 മാസം അടക്കം പിന്നീട് വന്ന 4 മാസം അടക്കം ഈ ഏപ്രിൽ 21-ന് ആ 6 മാസം എന്ന പീരീഡ് കഴിഞ്ഞു. 6 മാസമായി ഡിവിഷൻ 26-ൽ ജനപ്രതിനിധി ഇല്ല, കൗൺസിലർ ഇല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ദുരിതത്തിലാണ്. പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന്
പരാതി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 6 മാസം കഴിഞ്ഞ് 7-ാം മാസത്തിലേക്ക് പോകുമ്പോൾ ഒരു ജനപ്രതിനിധി ഇല്ലാതെയായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അതിൽ അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൗൺസിലർമാരായ ഞങ്ങളൊക്കെ കൗൺസിൽ യോഗം ഉപരോധിക്കുന്ന സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിർബന്ധിതമാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും UDFിൻ്റെ കൗൺസിലേഴ്സ് അരവിന്ദാക്ഷന് നൽകുന്ന അമിത പ്രാധാന്യത്തിനെതിരെ രംഗത്തുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. VCB ന്യൂസ് വടക്കാഞ്ചേരി.